ഹലോ ഗായ്സ്, ഞാൻ ചെറിയ വ്ളോഗുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ എണീറ്റു. നമ്മൾ ചെറിയൊരു പരിപാടി ഉണ്ട്, സ്നോർക്കലിംഗ് ചെയ്യാൻ പോവാണ്. ആദ്യമായിട്ടാണ് സ്നോർക്കലിംഗ് എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ കുറച്ച് സാധനങ്ങളുണ്ട്. ഇതാണ് സ്നോർക്കൽ, അതായത് നമുക്ക് എയർ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമ്മളെ ഫ്രണ്ട് ഓർഡർ ചെയ്തതാണ്. അതുപോലെ ഡൈ മാസ്ക് ഉണ്ട്, അതൊക്കെ വെച്ചാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളെ തൊട്ടടുത്തുള്ള ഏരിയയിൽ പോയിട്ടാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. മീനുകളെ കാണാൻ പറ്റുന്ന ഏരിയ ആണെന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അവിടെ നോർമലി ഉള്ളത്. അപ്പോൾ നമുക്ക് ഭാഗ്യം പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഒന്ന് പോയി നോക്കട്ടെ, ബാക്കി കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് റൂമിൽ നിന്ന്. നമ്മളെ കൂടെ ആളുകളുണ്ട്, പക്ഷെ അവർ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അവർ നമ്മൾ കാണിക്കണില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം. ഇവിടെ വലിയ ആഴമൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിൽ, പിന്നെ കുറച്ചങ്ങോട്ട് ആഴമുണ്ട് തോന്നുന്നുണ്ട്. ഇത്ര അങ്ങനെ പറഞ്ഞു. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. നല്ല വെയിലുണ്ട്, വെയിലെത്തിയിട്ടുണ്ട്, പിന്നെ അതുപോലെ കാറ്റ് അത്യാവശ്യമുണ്ട്. നല്ല അടിപൊളിയായിട്ട് സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ ചെറിയ മീനുകളാണ്, പക്ഷെ നല്ല രസമുണ്ട്. സംഭവം കോറൽസ് ഒരുപാടുണ്ട്, അതുകൊണ്ട് നമുക്ക് കാല് കുത്താൻ സ്ഥലത്ത് പറ്റുന്നില്ല. അപ്പോൾ തടഞ്ഞു നിൽക്കണം. പിന്നെ സ്നോർക്കലിംഗ് നമ്മൾ വിചാരിച്ച പോലെ സിമ്പിൾ അല്ല സംഭവം, കുറച്ച് റിസ്ക് ആണ്. കാരണം ഈ കോറൽസൊക്കെ നമ്മളെ കാലിലും ഇതൊക്കെ തട്ടിയിട്ട് കുറേ മുറിവൊക്കെ ഉണ്ട്. പിന്നെ എന്താ അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്തതാണ്. കാണാൻ നല്ല രസമുണ്ട്, മീനൊക്കെ നല്ല അടിപൊളി മീൻ ഒക്കെ കണ്ടു, നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നല്ല കാറ്റുമാണ്, അപ്പോൾ അതുകൊണ്ട് നല്ല തിരയുണ്ട്. നല്ല തിര ഉണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്യും കിടന്നുകൊണ്ട്. അതുപോലെ നമ്മളെ പൈപ്പ്, അതായത് സ്നോർക്കലിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ഫ്ലോട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം അതിലേക്ക് കയറും. നമ്മളെ കോഴിക്കോടുള്ള ഈസബ്രോ നമ്മളെ കൂടെ ഉണ്ട്, അതുപോലെ അനിലേട്ടുണ്ട്. ഈസബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ?
സൂപ്പറായില്ല. ഞങ്ങള് ഫുൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്യാമറ ഒക്കെ എടുത്ത് നല്ല സപ്പോർട്ട് ചെയ്താണ് പുള്ളി നമ്മളെ സഹായിച്ചിട്ടുള്ളത്. അത്യാവശ്യം അടിപൊളി മീനുകളൊക്കെ കാണാൻ പറ്റി. മറ്റൊരു മഞ്ഞ കളർ സാധനം നല്ല വലിപ്പമുള്ള മീനുണ്ട്. അടിപൊളി. എന്ത് നിങ്ങൾ സ്നോർക്കലിങ്ങിന് വരാതിരുന്നേ? സ്നോർക്കലിങ്ങിന് രാവിലെ ഒരു മൂഡ് ഓഫ് ആയിരുന്നു. ഇത്ര ലേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ. അതിലേട്ടാ ഞങ്ങള് ഇപ്പൊ ഇറങ്ങിയപ്പോ അത്യാവശ്യം സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുക്കാതെ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ ഇസാന്റെ ആയാലും എന്റേതായാലും കാലിലൊക്കെ കുറെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതിന് എന്താ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉള്ളത്? സേഫ്റ്റി മെഷേഴ്സ് ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ സ്നോർക്കലിംഗ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണെങ്കിലും നമുക്ക് അതിന്റെ സേഫ്റ്റി മെഷേഴ്സ് കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും. നമ്മളെ കാലിലോ കൈകളിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മുറിവുകളും, അതായത് കോറലിൻ്റെ എഡ്ജുകൾ തട്ടി മുറിവുകളും പോറലുകളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളിവിടെ ഇറങ്ങുമ്പോഴത്തേക്ക് സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുക. ഇത് സ്നോർക്കലിങ്ങിൻ്റെ ഏരിയ ആണ്, അതിലുപരി നല്ല ആഴവുമുണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി സ്നോർക്കലിങ്ങിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. നമ്മളെ ഇന്നത്തെ രാവിലെയുള്ള വ്ളോഗ്, ചെറിയ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അടുത്ത വ്ളോഗുമായിട്ട് കാണേണ്ടത് വരെ ഗുഡ് ബൈ.